നിനക്കാണ് നവീനൊപ്പം ജീവിക്കാനുള്ള യോഗ്യത. മോളെ, ഈ കിടക്കുന്നത് നവീൻ കിട്ടിയ താലിയെ. അതിന് നീ വരെ കൽപ്പിക്കുന്നെങ്കിൽ നീ വന്നേ പറ്റൂ. വരാനല്ലേ പറഞ്ഞേ? വാ, ഇങ്ങോട്ട് വാ. അമ്മേ, ഞാൻ പറയട്ടെ. മോളെ, എന്താ എന്തായി കാണിക്കുന്നേ? ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നേ? പ്രത്യേകിച്ചും അന്നദാനത്തിന് വന്നിരിക്കുമ്പോ. ഞാൻ കഴിച്ചോളാം. അതെ, ഇവിടെ കുറച്ച് മോര്. ഇവിടെ തന്നെ, ഇവിടെ കുറച്ച് മോര് വേണമായിരുന്നു. പോയിച്ചോട്ടെ. അമ്മേ, എഴുന്നേക്കാം. ഗാദി എന്താ ഇവിടെ? ഹാ, അതെനിക്ക് നിന്നോടാടി ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാ. നവീനും ഞാനും ഇന്നിവിടെ പൂജ നടത്താൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അതേ ദിവസം തന്നെ നിനക്കും ഇവിടെ വന്ന് തൊഴണം അല്ലേ? നിങ്ങളിവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ദേ, എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത്. ഇപ്പൊ രണ്ടുപേരും കൂടെ കേറിയിരുന്ന് മൂക്കുമുട്ടെ തിന്നല്ലോ. ആ അന്നദാനം നടത്തിയതേ ഞാനും നവീനും കൂടി ആയിരുന്നെന്ന് അറിയില്ലായിരുന്നോടി നിനക്ക്? സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഗാഥ. ഞങ്ങളിവിടെ വന്നത് വേറൊരു അവസ്ഥയിലാ. ഓ, എന്തവസ്ഥ! എന്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ എന്നും നീ പറയാറുള്ള കാര്യ വേറൊരവസ്ഥ എന്ന്. എന്താടി നിന്റെ ഉദ്ദേശം? ഞങ്ങളെ തമ്മിൽ എങ്ങനെയും പിരിക്കണം എന്നല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇന്നലെ രാത്രി ഒരു അഭയവും ഇല്ലാതെ ഇവിടെ നാഗത്തറ വന്ന് കിടന്നതാ ഞങ്ങള്. ഇവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ഇങ്ങനൊരു വരവുണ്ടാവുമെന്ന് കരുതിയില്ല. എങ്കിൽ ഞങ്ങൾ നിൽക്കില്ലായിരുന്നു. കാണാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അമ്മയും മോളും കൂടെ ഇവിടുന്ന് പോവാൻ നോക്ക്. നവീന്റെ കണ്ണിൽ എങ്ങാനും പെട്ടാലുണ്ടല്ലോ. അതാ പറയുന്നതൊന്ന് കേക്കണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ ഞാൻ. ആ കഷ്ടപ്പാടിന്റെ കണക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നവീൻ എന്നോട് പറയാറുണ്ട്. നോണില്ലാത്തവള്. സമയം കിട്ടിയ നീ അവനോടൊപ്പം അനാവശ്യം പറയരുത്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കില്ല. നീ എന്റെ അടുത്ത് കൈ ചൂണ്ടും അല്ലേടി? കൈ താക്കടി. അതെ, എന്റെ മോളുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അമ്മയും മോളും കളിക്കുന്ന ഈ കളിയൊക്കെ വിളിച്ചു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മോളെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ടേ? ഇവളുടെ അഹങ്കാരം കാണേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. വാ. എന്താ കഥ? ഒന്നുമില്ല. ഇങ്ങോട്ട് പോന്നിട്ട് കുറെ നേരമായല്ലോ. കൈ കഴുകിയല്ലോ ഇതുവരെയും. എന്റെ മോളെ, ഇതെന്തിനാ ഇങ്ങനെ ആലോചിച്ച് കുഴപ്പത്തിൽ ചാടുന്നേ? ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ലമ്മേ, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഒഴിഞ്ഞു. അന്നദാന സദ്യക്ക് നല്ല സ്വാദ് തോന്നി. അതെ, ഇപ്പൊ കിട്ടിയ മനസമാധാനത്തിന്റെയാ. കൃഷ്ണ, അമ്മേ, നമുക്കിവിടുന്ന് വേഗം പോവാം. നമ്മൾ കാരണം ഇനി ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട. സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അമ്മേ?
എത്ര ഒഴിഞ്ഞു മാറിയാലും അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ മുന്നിൽ എത്തുകയും ചെയ്യും. ഛേ, മോളെ നിൽക്കും മോളെ. നമ്മൾ എന്തിനാ ഒളിച്ചോടുന്നത്? ആരെ പേടിച്ചാ ഒളിച്ചോടുന്നത്? നവീനും അമ്മയും നമ്മളെ കണ്ട പ്രശ്നമാവില്ലേ? ആർക്കാ മോളെ പ്രശ്നം? നിനക്കാണോ? അല്ലല്ലോ, അവൾക്കല്ലേ. എത്ര ഉപകാരം നീ അവൾക്ക് വേണ്ടി ചെയ്തതാ, എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചതാ. നിന്റെ ജീവൻ പണയപ്പെടുത്തി പോലും നീ അവൾക്കും അവളുടെ മമ്മിക്കും വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? അനിയത്തിയ കൂടപ്പുറപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇനി നീ ഒന്നും സഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ മമ്മിക്ക് നിന്നെ കൊല്ലണം. നവീൻ താലി കെട്ടിയത് നിന്റെ കഴുത്തിലാ. ആ നിന്റെ കഴുത്തില് വേറൊരുത്തനെ കൊണ്ട് താലി കെട്ടിക്കണം. ആ നിന്നെ അവർക്ക് നാട് കടത്തണം. അങ്ങനെ ഒരു അമ്മയ്ക്കും മോൾക്കും വേണ്ടിയാണോ നീ ഒളിച്ചോടുന്നത്? ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പം നമ്മളെ അവരെയും ഒരേ ക്ഷേത്രസന്നിധിയിൽ ഈശ്വരൻ എത്തിച്ചെങ്കിൽ അതെല്ലാം വെളിച്ചത്താവാനുള്ള സമയമാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ സത്യം അവരോട് പറയാൻ പോവാ, നവീനോട് സുമിത്രയോടും. അമ്മേ, നീ ഇങ്ങനെ ഗതിയില്ലാതെ അലഞ്ഞു നടക്കേണ്ടവളല്ല. നവീൻ താലി കെട്ടിയ പെണ്ണാ നീ, അവന്റെ ഭാര്യയെ. സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞേ പറ്റൂ. വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല. എനിക്ക് ആരെയും ചതിക്കാൻ പറ്റില്ല. അമ്മ എന്ന സ്ഥാനം നീ എനിക്ക് തരുന്നുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾ അനുസരിക്കാൻ നീ തയ്യാറുണ്ടോ? അമ്മയെന്ന് നീ എന്നെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. അമ്മേ, ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ തകരട്ടെ. ഇനി നമുക്ക് എന്താ പോവാനുള്ളത്? ഈ ലോകം മുഴുവൻ നമ്മുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കല്ലേ? അമ്മയും മോളും കൂടി എന്തൊക്കെ ചെയ്തു കൂട്ടി. അതിനൊരവസാനം ഉണ്ടായേ പറ്റൂ. നിനക്കാണ് നവീനൊപ്പം ജീവിക്കാനുള്ള യോഗ്യത. മോളെ, ഈ കിടക്കുന്നത് നവീൻ കെട്ടിയ താലിയെ. അതിന് നീ വരെ കൽപ്പിക്കുന്നെങ്കിൽ നീ വന്നേ പറ്റൂ. വരാനല്ലേ പറഞ്ഞേ? വാ, ഇങ്ങോട്ട് വാ. അമ്മേ, ഞാൻ ആ. പറയട്ടെ. നവീൻ, നമുക്ക് പെട്ടെന്ന് പോവാം. വാ വാ വാ. നവീൻ, ഏയ്, അയ്യോ, ഗാഥ, എനിക്ക് പെട്ടെന്ന് എന്തോ തല എന്ത് കറങ്ങുന്നു. പറ്റി പെട്ടെന്ന്? എന്താ മോളെ? ഞാൻ പറയുന്നതൊന്ന് കേക്കമ്മേ. ഗാഥ, എന്നാ പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോവാം. വേണ്ട വേണ്ട, നമുക്ക് വണ്ടിയിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മോളെ. ഷോ, കുറച്ചു നേരം കൊണ്ട് നിൽക്കുന്നതല്ലേ അമ്മേ, അതുകൊണ്ടായിരിക്കും. വാ നവീൻ.